അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഗ്രീൻ തീമിൽ തന്നെ ജേർണലിംഗ് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ കളർ തീമിൽ ജേർണലിംഗ് ചെയ്യുമ്പം കുറച്ച് മടുപ്പ് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ജേർണലിൽ കുറച്ച് മിക്സ് ആയിട്ട് അങ്ങനത്തെ ജേർണലിംഗ് കൂടെ ചെയ്തു പോവാന്ന് വിചാരിച്ചത്. ഇപ്പൊ എപ്പോഴൊക്കെ ജേർണലിംഗ് ചെയ്യുന്നോ ആ സ്പ്രെഡൊക്കെ ഒരു ഫ്ലോറൽ തീമിലേക്ക് പോവാറുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അധികം ഫ്ലോറൽ തീമിലേക്ക് പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ ഒട്ടിച്ച പാറ്റേൺ പേപ്പർ കുറച്ച് ഫ്ലോറൽ തീമിൽ വരുന്നുണ്ടെങ്കിലും അധികം അങ്ങ് ഫ്ലോറൽ ആയിട്ടില്ല. അതുപോലെ ഏതോ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു പേപ്പർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പേപ്പർ ഡോയിലി എന്നാണ് പറയാം. എനിക്ക് ഇതിന്റെ പേര് അറിയില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇതിന്റെ പേര് ഞാൻ പഠിച്ചത്. തീം ബേസ്ഡ് ജേർണൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ സൈഡിലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഇന്നെന്തോ ഒന്നും എഴുതാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് ഫില്ലാക്കി. കുറെ പേര് ലോങ് വീഡിയോസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ബിസി ആയതുകൊണ്ടാണ് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. അതുമാത്രമല്ല കുറച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്ന് ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ബിസി ആണെങ്കിലും ഞാൻ ഷോർട്സ് ഇട്ട് പോകാൻ നോക്കാറുണ്ട്. ഹോപ്പ്ഫുള്ളി അടുത്ത വീക്ക് ആവുമ്പം റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടന്നാൽ മതിയായിരുന്നു. അപ്പൊ പറഞ്ഞു നമ്മുടെ സ്പ്രെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം.